A+ കിട്ടിയ നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന എത്രയോ ആളുകളുണ്ടാവും കേട്ടോ. എൻ്റെ ഒരു അനുഭവം കൂടി പറയട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി കോളേജിൽ പഠിക്കാൻ പോയത് എൻ്റെ വലിയ കാക്കയായിരുന്നു, വലിയ ജ്യേഷ്ഠൻ. അവന് SSLC നല്ല മാർക്ക് കിട്ടിയപ്പോൾ അവനെ തിരൂരങ്ങാടിയിലൊരു കോളേജിൽ ചേർത്ത്. തിരൂരങ്ങാടി ഇതിൻ്റെ അടുത്തല്ലേ? അല്ലല്ലേ? വേങ്ങര അല്ലേ? തിരൂരങ്ങാടിയിലൊരു കോളേജിൽ ചേർത്ത്. കോളേജിൽ ചേർത്തിയ സമയത്ത് നമ്മുടെ ഉമ്മയുടെ കസിൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. PSMO കോളേജിൽ ലൈബ്രറിയനായിരുന്നു. അദ്ദേഹത്തിന് മക്കളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇവൻ അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം അവനെ ഹോസ്റ്റലിൽ നിൽക്കാനൊന്നും സമ്മതിച്ചില്ല. സ്വന്തം വീട്ടിൽ അവനെ വളർത്തുകയാണ് ചെയ്യുന്നത്. അന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് ദാരിദ്ര്യമൊക്കെയുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഏറ്റെടുത്ത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയുടെ കസിനായിരുന്നു. ഞങ്ങൾ അമ്മായി എന്ന് വിളിക്കുക, അമ്മായിയും കാക്കുമായിരുന്നു. VP കുഞ്ഞിപ്പോക്കർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇവൻ്റെ ജീവിതത്തിലൊരു മെൻറ്ററായിട്ട് മാറി. അവൻ റാങ്കോട് കൂടിയാണ് ജയിച്ചത്. അവൻ കോളേജിൽ പോയി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ കോളേജിൽ പോയത്. ഞങ്ങൾ 4 ആൺകുട്ടികൾ, 4 ആളുകളും പഠിക്കുകയും പഠിക്കാനുള്ളൊരാഗ്രഹം ഉണ്ടാവുകയും ജീവിതം വേറൊരു ദിശയിലേക്ക് മാറുകയും ചെയ്തതിൻ്റെ കാരണം ആ ഒരൊറ്റ മനുഷ്യനാണ്. ഞാൻ ഈ അടുത്ത് നാട്ടിലേക്ക് പോയ സമയത്ത് ഒരു പാടത്തിൻ്റെ നടുവിലൂടെ ഒരു വരമ്പ നമ്മുടെ വീട് തറവാട്ടിലേക്ക് അതിലൂടെ പോകുന്ന സമയത്ത് എൻ്റെ കാറിൻ്റെ മുന്നിലേക്ക് ഒരാൾ വന്നിട്ട് വീണ്. രാത്രിയാണ്. അപ്പോൾ എനിക്കുറപ്പാണ് നാട്ടുകാരെങ്കിലും ഒരിക്കലോ. ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരാന്നറിയോ? എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും അടുത്ത 3 ചങ്ങാതിമാരിൽ ഒരാളാണ്. ഞങ്ങൾ മീൻ പിടിക്കാൻ പോലും കളിക്കാൻ പോലും മാങ്ങ പെറുക്കാൻ പോലും ഒക്കെ ഒരുമിച്ചായിരുന്ന ഒരാളാണ്. പക്ഷേ അവൻ എന്നെ മനസ്സിലാവണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവൻ സ്വബോധത്തിലല്ല. 2 കാലിലോ 4 കാലിലോ ഒന്നും അല്ല അവൻ. എനിക്കുറപ്പാണ്, നേരത്തെ പറഞ്ഞ ഒരാളില്ലേ തിരൂരങ്ങാടിയിലെ, ആ മനുഷ്യനെങ്ങാനും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ അവൻ്റെ ബാക്കിൽ ഞാൻ ഉണ്ടാവും. ഒരു മനുഷ്യൻ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ചു. നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്നൊരു താത്തയുടെ, ഒരു ചേച്ചിയുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്ന മാത്സിൻ്റെയോ സയൻസിൻ്റെയോ ഒരു ട്യൂഷൻ മതിയാവും. ആ കുട്ടിയുടെ ജീവിതം ആകെ മറിയാണ്. നിങ്ങളുടെ അയൽപ്പക്കത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് നിങ്ങൾ കൊടുക്കുന്നൊരു മെൻറ്ററിങ് മതിയാവും. ആ കുട്ടിയുടെ ജീവിതം മാത്രമല്ല, അതിൻ്റെ പിന്നാലെ വരുന്ന കുട്ടികളുടെയും ജീവിതം മാറാൻ. അല്ലേ? ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ആരൊക്കെയോ തന്നതാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഒരാൾക്കെങ്കിലും കൊടുക്കലാണ് ഗ്രാറ്റിറ്റ്യൂഡ്. 9 എന്ന സംഖ്യ ഒരിക്കൽ 8 എന്ന സംഖ്യയെ അടിച്ചു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ 9 ഇല്ലേ? 9 എന്നുള്ള സംഖ്യ 8 എന്നുള്ള സംഖ്യയെ അടിച്ചു. അപ്പോൾ 8 ചോദിച്ചു, നീ എന്തിനാ എന്നെ അടിക്കുന്നത്? നീ എന്നെക്കാൾ ചെറിയ ആളായതുകൊണ്ട്. ആണോ? ചെറിയ ആളുകളൊക്കെ അടിക്കാൻ പറ്റുമോ? അടിക്കാം. നമ്മളെക്കാൾ ദുർബലരായ ആളുകൾ, കഴിവില്ലാത്ത ആളുകൾ, നമ്മളുടെ അത്ര കഴിവില്ലാത്തവരൊക്കെ അടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ 8 7-ന് അടിച്ചു, 7 6-ന് അടിച്ചു, 6 5-ന് അടിച്ച്, 5 സ്വാഭാവികമായും 4-നെ അടിച്ച്, 4 3-നെ അടിച്ച്, 3 2-നെ അടിച്ചു, 2 1-നെയും അടിച്ചു. പിന്നെ 1 അടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ഒരു പാവം 0 മാത്രമേ ഉള്ളൂ. അതിനൊരു വിലയില്ല. പാവമായിട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനോട് കനിവ് തോന്നി, സങ്കടം തോന്നി. അപ്പോൾ 1 0-ത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ അടിക്കുന്നില്ല, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് നിർത്തി ചേർത്ത് ഇങ്ങനെ കോർത്ത് പിടിച്ചു. ആ നിമിഷം മുതൽ ലോകം അവരെ 10 എന്ന് വിളിച്ചു. 0-ന് മാത്രമാണോ വില കൂടിയേ? ആണോ? 1-നും വില കൂടിയില്ലേ? നമ്മളെക്കാൾ ദുർബലരായ മനുഷ്യരെ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ഒരു മീനിങ് ഉണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു കഥ കൂടി പറഞ്ഞിട്ട് കേട്ടോ. നിങ്ങൾ ഒരു ചെറിയ മോളെ അല്ലെങ്കിൽ ചെറിയൊരു മോനെ അടുത്തേക്ക് വിളിച്ചിട്ട്, നിങ്ങളുടെ അനിയത്തി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളൊരു കുട്ടിയെ അടുത്തേക്ക് വിളിച്ചിട്ട് ആ കുട്ടിയുടെ മുന്നിൽ 2 സാധനം വെക്കുന്നു. ഒന്ന്, ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോക്ലേറ്റ്.
പിന്നെ 500 രൂപയുടെ 4 നോട്ടുകളും. ഒന്നാ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചോക്ലേറ്റാണ്, ഒന്ന് 500 രൂപയുടെ 4 നോട്ടുകൾ. എന്നിട്ട് കുട്ടിയോട് പറയാം, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, ഒന്നേ എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഏതായിരിക്കും? മിക്കവാറും ആ കുട്ടി എടുക്കാൻ സാധ്യത ഏതായിരിക്കും? ചോക്ലേറ്റ് അല്ലേ? അല്ലേ? ശരി. കുറച്ച് കാലം കഴിഞ്ഞ് ആ കുട്ടി കുറച്ചുകൂടെ മുതിർന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾ ഈ സംഭവം പറയുക കുട്ടിയോട്. എടാ ഞാനേ അന്ന് നിൻ്റെ മുന്നിൽ ചോക്ലേറ്റും വെച്ച് 2000 രൂപയും വെച്ച്, എന്നിട്ട് നീ എടുത്തത് ഏതാണെന്നറിയോ? എന്നോട് എടുക്കാൻ പറഞ്ഞപ്പോൾ നീ എടുത്തത് ഏതാണെന്നറിയോ? ചോക്ലേറ്റ്. പടച്ചോനെ തറിച്ചിട്ട് തലയിൽ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചിട്ട് കുട്ടി പറയണ വാക്കെന്തായിരിക്കും? 2000 രൂപ കൊണ്ട് എത്ര ചോക്ലേറ്റ് വാങ്ങാമായിരുന്നു അല്ലേ? എന്താ സംഭവിച്ചത്? കുട്ടിയുടെ പ്രയോറിറ്റി തെറ്റിപ്പോയി അല്ലേ? പ്രയോറിറ്റി തെറ്റിപ്പോയുള്ള കാരണം എന്താണ്? ആ കുട്ടിക്ക് അറിവില്ല. അറിവില്ലാത്തത് കൊണ്ട് കുട്ടിക്ക് എന്ത് സംഭവിച്ചു? പിന്നീട് വേദന സംഭവിച്ചു അല്ലേ? വേദന എന്നല്ലേ പറയാം അല്ലേ? വേദന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? അത് സംസ്കൃത വാക്കാണ്, അത്രയും പുരാതനമായ ഭാഷയാണ്. വേദന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വേദം പ്ലസ് ന എന്ന് പറഞ്ഞ് വേദം. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്ത് വെച്ചോളൂ കേട്ടോ. എന്താണ് വേദന? വേദം പ്ലസ് ന എന്ന് പറഞ്ഞാൽ, വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്ന്, ന എന്ന് പറഞ്ഞാൽ നോ, ഇല്ല എന്നുള്ള, അതാണ് ന ന. അത് ആ ഭാഷയുടെ ഒരു പ്രത്യേക, സംസ്കൃതം, തമിഴ്, കുറേയൊക്കെ ഇംഗ്ലീഷ്, അറബിക്, ഇങ്ങനെയുള്ള നമ്മുടെ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഇല്ലേ, അതിൻ്റെ ഒരു പ്രത്യേകത. ആ വാക്കിൻ്റെ ഉള്ളിൽ ആ വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താണോ അതുണ്ടാവും. എന്താണ് വേദനയുടെ അർത്ഥം? എന്താണ്? വേദം പ്ലസ് ന, അറിവ് ഇല്ല. അറിവില്ലാതെ നമ്മൾ ചെയ്യുന്നതാണ് എപ്പോഴും പിന്നീട് വേദനയായി വരിക. ചോക്ലേറ്റ് എടുത്ത കുട്ടിക്ക് പിന്നീട് ഉണ്ടാവുന്ന എന്താണ്? അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റി മാറിപ്പോകരുത് എന്നാണ് കേട്ടോ. നിങ്ങളെ കാത്തിരിക്കുന്ന കുറേ കുഴികളുണ്ട് നിങ്ങളെ ചുറ്റും. ഒരു കുഴിയിലും പോയിട്ട് വീഴരുത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഒരു കുഴിയിലും പോയിട്ട് വീഴരുത്. ഒരു അമ്മയുടെ മോനെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഭിക്ഷ യാചിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ഗുഹയുണ്ട്. സ്റ്റോറി കേട്ടോ, ഒരു ഗുഹ. ആ ഗുഹയുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ നിറയെ സ്വർണ്ണമാണ്, രത്നങ്ങളാണ്, പണക്കൂമ്പാരങ്ങളാണ്, സ്വർണ്ണ നാണയങ്ങളാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷെ 2 മിനിറ്റ്. 2 മിനിറ്റ് കഴിഞ്ഞാൽ ബെല്ലടിക്കും. ബെല്ലടിക്കുന്നതോടെ ഗുഹയുടെ പുറത്തേക്ക് ചാടണം. ചാടിയിട്ടില്ലെങ്കിലോ നിങ്ങൾ ഗുഹയുടെ ഉള്ളിൽ പെട്ടുപോകും. പിന്നെ ഒരിക്കലും ഗുഹ തുറക്കില്ല. എത്രയും വാരിക്കൂട്ടാം, പക്ഷേ 2 മിനിറ്റ്. ആവേശത്തോടെ ഇവർ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി സ്വർണവും രത്നങ്ങളും പണക്കൂമ്പാരങ്ങളൊക്കെ വാരിക്കൂട്ടുന്നതിനിടയിൽ ബെല്ലടിച്ചു. 2 മിനിറ്റല്ലേ പറ്റൂ. ബെല്ലടിച്ചതോടുകൂടി ഇതെല്ലാം വാരിക്കൂട്ടിയിട്ട് ഇവർ പുറത്തേക്ക് ചാടി. ഭയങ്കര സന്തോഷം. പക്ഷെ അതിനിടയ്ക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാം? അവരുടെ ഒക്കത്തുണ്ടായിരുന്നൊരു കുട്ടിയില്ലേ, ആ കുട്ടി ഗുഹയുടെ ഉള്ളിൽ പെട്ടുപോയി. എന്താ തെറ്റിപ്പോയത്? എന്താ? പ്രയോറിറ്റി കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് പറയാനുള്ളതാ, ഞാനിങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ എന്നോട് പറഞ്ഞതാണ്, അവരടുത്ത് വരുന്ന കുറേ ആളുകളുണ്ട്, അവർ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവൾ എന്നോട് പറഞ്ഞതാണ്, നിങ്ങളുടെ മുന്നിൽ എപ്പോൾ പെൺകുട്ടികൾ വന്നാലും നിങ്ങൾ പറയണം, എൻ്റെ അടുത്ത് വരുന്ന കുറേ ആളുകളുണ്ട്, അവർക്ക് സഹിക്കാൻ പറ്റാത്ത ബന്ധങ്ങളിൽ അവർ നിൽക്കുകയാണ്, അവർക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങേയറ്റം ടോക്സിക്കായ സഹിക്കാൻ പറ്റാത്ത ബന്ധങ്ങൾ അവർക്കുണ്ട്. അതിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഓടിപ്പോകാനും അവർക്ക് പറ്റാത്തത് അവർക്ക് സ്വന്തമായി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ്. മനസ്സിലാവണില്ലേ? സ്വന്തമായി നിങ്ങൾ വരുമാനം ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത സ്ഥലത്തും നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടി വരും.
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഏതൊരു മനുഷ്യൻ ഈ ലോകത്തേക്ക് എന്തിനാണോ വരുന്നത്, അതുപോലെയാണ് നിങ്ങളും വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു അത്ഭുതത്തെ തിരിച്ചറിഞ്ഞ് സ്വന്തം കാലിൽ നിന്ന് സ്വന്തം വരുമാനം നേടിയെടുത്ത് ജീവിതത്തെ അർത്ഥവത്താക്കാനാണ് നിങ്ങളും വന്നിട്ടുള്ളത്, എല്ലാവരും വന്നിട്ടുള്ളത്. കല്യാണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് കല്യാണം. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രയോറിറ്റി മാറിപ്പോയാൽ ഉണ്ടാകാൻ പോകുന്നത്, നിങ്ങൾക്ക് പിന്നീട് വരാനിരിക്കുന്നത് സങ്കടമായിരിക്കും, വേദനകളായിരിക്കും, ഉള്ളിൽ ശൂന്യതയായിരിക്കും. 25 വയസ്സായിട്ടും നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ 25 വയസ്സായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്കെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ, എടാ അത് നിങ്ങളുടെ പരാജയമായിരിക്കും. ഞങ്ങളുടെ മുന്നിൽ വരുന്ന എത്രയേറെ മനുഷ്യരുണ്ട്. ഓരോ കൗൺസിലിംഗ് റൂമിലും നിങ്ങൾ ചെന്ന് നോക്കൂ, അവിടെ വരുന്ന മനുഷ്യന്മാരുണ്ട്. ഇതെന്താ സംഭവം എന്താണ്? ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടുകയും നിസ്സഹായമായ നിമിഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനൊരു തൂണില്ല, അവർക്ക് ജീവിക്കാനൊരു അത്താണിയില്ല, ഒരു കാരണമില്ല. പിടിച്ചു നിൽക്കാനൊരു സംഗതി വേണ്ടേ, പഠിക്കണ്ടേ, അറിവ് നേടണ്ടേ, ഒരു ജോലി നേടണമെങ്കിൽ അവിടേക്ക് എത്താൻ അവർക്ക് പറ്റാതെ ജീവിതത്തിലെ ഏതൊക്കെയോ കാര്യങ്ങളിൽ അവരിങ്ങനെ ഫുൾ സ്റ്റോപ്പായിപ്പോയി. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളതാണ് കേട്ടോ, നിങ്ങളുടെ പ്രയോറിറ്റി തെറ്റിപ്പോരുത്. അവസാനം ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു വലിയ മൂർഖൻ പാമ്പിൻ്റെ മുന്നിൽ വലിയൊരു മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ പെട്ടുപോയ ഒരു ചെറിയ കുരുവിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. പാവം കുരുവിയാണ്, ചെറിയൊരു കുരുവി വലിയൊരു മൂർഖൻ പാമ്പിൻ്റെ മുന്നിൽ പെട്ടുപോയി. പാവല്ലേ അല്ലേ? പാവല്ലേ? പേടിക്കൂലേ? പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ അതിന് ചിറകില്ലേ? അതിനെ കാത്തിരിക്കുന്ന ഒരാകാശവുമില്ലേ? സ്വന്തം ചിറകും കാത്തിരിക്കുന്ന ആകാശവും തിരിച്ചറിഞ്ഞ് പറക്കുന്ന കുരുവിയുടെ മുന്നിൽ ഏത് മൂർഖൻ പാമ്പിനും ഇങ്ങനെ നോക്കി നിൽക്കാനേ കഴിയൂ. താങ്ക് യു.